മലയാളില്ലേ ഇവിടെ? കുഞ്ഞു ഞാൻ മലയാളി വന്നടാ. ആ വന്നോ. ആ എന്നാ ഓഫീസിൽ കാണാം അവിടെ. എന്താ? എന്റെ പേര് ശ്രീധരൻ, ഡ്രൈവറാ. ഓ, എത്ര കൊല്ലമായി വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട്? 14 കൊല്ലമായി. എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? ആദ്യം 4 കൊല്ലം കാറിലായിരുന്നു. ബാക്കി 10 കൊല്ലം ദിവാരമലയുടെ ലോറിയിൽ. എന്നിട്ട് എന്താ അവിടുന്ന് പോന്നേ? അത് പിന്നെ 1-2 പറഞ്ഞൊന്ന് തെറ്റി. എന്റെ ചങ്ങാതിയാ, കുഞ്ഞാലി, കിളിയാ. അന്ന് ആള് വന്നപ്പോ ഇവന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. വനജയുമായിട്ട് എന്താ ബന്ധം? അങ്ങനെ ബന്ധമൊന്നുമില്ല, അറിയാം. അവളുടെ ഭർത്താവിന് ഇവിടെയായിരുന്നു ജോലി. ഞാൻ കുറച്ച് സഹായിച്ചിട്ടുണ്ട്. അവള് എന്നോട് പറഞ്ഞിരുന്നു. എനിക്കിപ്പോ ഒരു പുതിയ ലാലന്റ് വന്നിട്ടുണ്ട്. പഴയ വണ്ടി നിങ്ങൾ ഓടിച്ചോ? ഓ. അപ്പോ താമസം എങ്ങനെയാ? ദിവസവും പോയി വന്നാ മതിയോ അതോ? ഒരു കാര്യം ചെയ്യും, എന്റെ ഒരു സ്ഥലം ഒഴിഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ അമ്മാന്റെ ചായക്കടയുടെ തൊട്ടടുത്താ. അവിടെ കുടിക്കൂ. എന്താ? അപ്പോ നാളെ മുതൽ വണ്ടി എടുക്കാം അല്ലേ? ഓ ഓ. ആഹാ, ഇതെന്താ ഇത്? വണ്ടി മാറിയോ? ആ, ഇത് നമ്മുടെ മരക്കമ്പനിക്കാരൻ തോമാസ് മുതലാളുടെ വണ്ടിയാ. ഓ, എനിക്കറിയാം. നമ്മുടെ യാക്കൂബ് ഓടിച്ചിരുന്ന വണ്ടിയല്ലേ? അപ്പൊ എന്താ പഴയ വണ്ടി നീ പോന്നേ? അങ്ങനൊന്നുമില്ല, കുറെ നാളായില്ലേ നെട്ടോട്ടം. ഇനി കുറെ ആള് നാട്ടിൽ കിടന്നോടാ. ഈ ചെകുത്താനും കൂടെ പോന്ന ഒരു റെസ്റ്റ് വേണ്ടടാ നാരായണ. ഇനിയിപ്പോ രാത്രി ആകുമ്പോ വല്ലോടത്തും ചുരുണ്ടു പിടിക്കായിരുന്നു ഉറങ്ങാലോ. ഓ, അല്ലെങ്കിൽ ഇപ്പൊ ഉറക്കമില്ല. ഒരു 100 വിശന്നാ വേണ്ട, തടി കയറണേ. ഇല്ലു ചെല്ലുമ്പോ മുതലാളി അറിയും. പണ്ടത്തെ കളിയൊന്നും ഇനി പറ്റൂല. മുതലാളിന്റെ കണ്ണും പെട്ടെടുത്തുള്ള കളിയെ നടക്കുള്ളൂ. രാത്രി കാണാം. ഞങ്ങൾ ഇവിടെ തന്നെയാ താമസിക്കാൻ പോണേ. മുതലാളിയുടെ ഒരു സ്ഥലം ഉണ്ടല്ലോ ഇവിടെ. ആഹാ, അപ്പൊ സുഖമല്ലോ. രാത്രി കാണാം. ആ, കാണാം. ഇതെങ്ങനെ ചവിട്ടോർത്ത് നിൽക്കുന്നുണ്ടോ? ആ, വലിയ കുഴപ്പമില്ല. എന്താ ശ്രീധര, പുതുമണവാളൻ അമ്മായിയമ്മയെ കൊണ്ടുവരുന്ന പോലെ ഒരു സാധനം. എന്ന് വെച്ചാൽ അമ്മാനും അമ്മായും പോലെ. ഇനി കുറച്ചാൾ അമ്മാന്റെ അയലോക്കാരനായിട്ട് കൂടാൻ പോവാ. വളരെ സന്തോഷായി. വല്ലപ്പോഴും ഒരു 100 അടിക്കാമല്ലോ. പിന്നെന്താ, ഊണ് തീർന്നില്ലല്ലോ. തീരെ തീർന്നാ വെച്ച് തരും. ആ, കൈ എഴുതിട്ട് പോവാ. ഹലോ. ഒന്ന് രണ്ടാഴ്ചയായിട്ട് അമ്മായിന്റെ ചോറ് നഞ്ഞിട്ട് ഒരു സുഖം കിട്ടുന്നില്ല. വേണ്ടടാ വേണ്ട, സുഖിപ്പിക്കണ്ട. ഒരു 14 രൂപ 80 പൈസ ഇങ്ങോട്ട് തരാനുണ്ട്, അത് മറക്കണ്ട. ഈ കുരുപ്പിന്റെ ഒരു ഓർമ്മ ശക്തി. രവി വണ്ടി മേടിച്ചോ? ആര് പറഞ്ഞു ഈ വിവരമൊക്കെ? ഒരിക്കൽ ഇവിടെ വന്നിരുന്നു. ഇവിടെ കണ്ട് ഒരു ലോറി കൊടുക്കാനുണ്ടെന്ന് കേട്ട് വന്നതാ. വില കൊണ്ട് ഒത്തില്ല. അവളെവിടെ? ഇവിടെ ചോറ് വിളമ്പി കൊടുക്ക്. നീ ഏത് അരകത്തിനിടയിലാ പോയി കിടന്നേ? ചോറിനാൻ ആളുകൾ വന്നത് കണ്ടില്ലേ? ഞാനൊരിടം വെള്ളം കോരാൻ പോയതാ. നിന്ന് വിസ്തരിക്കാതെ വേഗം ചോറ് വിളമ്പടി. അവളോട് ഇത്തിരി മയത്തിൽ പറഞ്ഞാ പോരെ എന്റെ അമ്മണി. മനുഷ്യ, കൂട്ടാഞ്ചോറ് ഞാൻ മോത്തേക്ക് ഒഴിച്ചു തരും. എവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ ഒരു സഹായാവും, എന്ത് പണിയും ചെയ്യും. എന്നിട്ടിപ്പൊ എന്തായി? തീറ്റയല്ലാതെ മറ്റൊന്നുമില്ല. ആസത്ത് സാരമില്ല. എന്റെ പെങ്ങടെ മോളാ. അളിയൻ 2 ആഴ്ച മുമ്പ് വണ്ടിടിച്ചു മരിച്ചു. തള്ളയില്ല, തന്തയില്ല. ഇറച്ചിയോ മീനോ എന്താ
എന്താ വേണ്ടേ? ഒന്നും വേണ്ട. തിന്നീന്ന്. എന്താ ശ്രീധര എഴുന്നേറ്റേ? ഒന്നുമില്ല, ഒരു കല്ല് അടിച്ചു. പേരോടമ്മ വേണ്ട. മതി മതി, ഇങ്ങോട്ടോട്ടെ. ഉം. എന്ത് കുടിയാണ്ട് ഇങ്ങനെ ഉണ്ടോ ഒരു കുടി? നാരായണൻ എന്നോട് ഒരു അരക്കുപ്പി ഉണ്ടായിരുന്നല്ലേ ഞാൻ പറഞ്ഞത്. പുതിയ താമസമല്ലേ, ഒരാഘോഷമായിക്കോട്ടെ എന്ന് കരുതി. ആഘോഷം. ഇന്ന് എനിക്ക് ഉറക്കം കിട്ടൂല. പണ്ടാരടങ്ങാൻ ഈ നശിച്ച നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് ഭ്രാന്താണ്? നിനക്കറിയില്ല, നിനക്കറിയില്ല എന്റെ മനസ്സിന്റെ നീറ്റല്. ഡാ കുഞ്ഞാലി, മതി മതി. ഒഴിച്ചു കൊടുക്കൂഞ്ഞാലി. നിനക്കറിയോ, ഇന്ന് ഉച്ച കൊണ്ടിട്ടില്ല. വൈകുന്നേരം ഒരു ആംപ്ലേറ്റ് എന്നാ. ഇന്ന് രാത്രി ഒട്ടും കഴിക്കൂല. ഉച്ചയ്ക്ക് ഞാൻ എങ്ങനെ ഉണ്ണൂടാ? ആ കണ്ണീര് എന്റെ ചോറിലല്ല വീണത്. ചോറിന്റെ ഔത്തല്ല അവന് പച്ച തെറി എന്റെ തൊള്ളയിൽ വരണ കേട്ടോ. ഒന്നും ഇല്ലാണ്ടിരിക്കുന്നു. മിണ്ടണില്ല, ഞാൻ പറഞ്ഞു കേട്ടു. ആ ഉച്ചക്ക് എന്തു പറ്റി? നമ്മൾ അമ്മാന്റെ കടയിൽ ഒരു പുതിയ പെണ്ണ് വന്നിട്ടില്ലേ, ആ താട് അവളെ ചീത്ത പറഞ്ഞതിന് അവളൊന്ന് കരഞ്ഞു. അവളെ കണ്ണീര് മൂപ്പര ചോറ്റിലൊന്ന് ഇറ്റിപ്പോയി. അതാണ് പറയണേ. ഓഹോ, ആ കാര്യം പറയാതിരിക്കുക ഭേദം. ആ പാക്കരേട്ടൻ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന പെണ്ണ. തള്ളയാണെങ്കിൽ ഒരു 4-5 കൊല്ലം മുമ്പേ മരിച്ചുപോയി. ആ വണ്ടി ഇടിച്ചിട്ടോമാര് നിർത്തിയിരുന്നെങ്കിൽ അതിന് വല്ല ഇൻഷുറൻസോ കാര്യങ്ങളോ ഒക്കെ കിട്ടിപ്പോയത്. ഇതിപ്പോ അതും ഇല്ല. നാരായണൻ കുപ്പിക്കൊണ്ട് പോരുന്ന് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു ഇങ്ങോട്ടാണെന്ന്. മുഴുവന് കേറ്റിയോ? ഇല്ല, കേറ്റിക്കോളി. കൊടുക്കരുത് അയാൾക്ക്. ഇവരോ ഇത് ഞാനാ അമ്മാൻ. എടോ, തന്റെ സ്വന്തം പെങ്ങളെ മോളല്ലോടോ ആ പെണ്ണ്. തന്റെ മോളായിരുന്നെങ്കിൽ ഇത്രയും ആളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ചീത്ത പറയൂ? ചീത്തല്ലേ പറഞ്ഞുള്ളൂ, ദേഹോപദ്രവേൽപ്പിച്ചില്ലല്ലോ. അതൊന്നും സഹിക്കുന്നവനാണ്. 3 നേരം ഭക്ഷണം കഴിക്കണ്ടേ? ആ, ഇതിനേക്കാൾ നല്ലത് തീട്ടം നിന്നതാ. അതിന് പറ്റിയാവണ്ടേ? മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റില്ലല്ലോ. എന്റെ കുട്ടിയെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച് പോകുന്നേക്കാൾ ഭേദമല്ലേ ഇത്? ഒന്നുമില്ലെങ്കിലും അവളിപ്പോ ഒറ്റയ്ക്കല്ലല്ലോ. ആയ കാലത്ത് നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിന് ലാഭമില്ല. ഇപ്പൊ ഞാൻ മെലിഞ്ഞു, അമ്മി തടിച്ചു. ശ്രീധരൻ പറഞ്ഞത് ശരിയാ, പട്ടി തന്നെ ഞാൻ, പട്ടി. എന്റെ മോളെ വഴിയാധാരാക്കിയ ആ വണ്ടിക്കാരെ തലയില് ഇടുത്തി. മുഖം കഴുകാൻ വെള്ളം വേണം. ഞാൻ കാരണം ഇന്നലെ ഉച്ചയ്ക്ക് പട്ടിണിയായല്ലേ? ഏയ്, എനിക്ക് വേണ്ടാഞ്ഞിട്ട്. വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല, കണ്ണീര് വീണ ചോറുണ്ണാൻ അറച്ചിട്ടാണെന്നറിയാം. സങ്കടം പിടിച്ചിട്ട് കിട്ടിയില്ല. അമ്മായി അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെയും കിട്ടിയേനെ എനിക്ക് ചീത്ത. ഇന്നാരും പറഞ്ഞു നിൽക്കാണ്ട് കടയിലേക്ക് വാടി വേഗം. ശൃംഗരിക്കാൻ കണ്ട സമയം.
ഇതെന്താ അമ്മായിരുന്നു രാവിലെ തന്നെ തുള്ളണ്? നല്ല തല്ല് കിട്ടാത്തതിന്റെ കേടാ. ചെവിക്കലിന് 4 കീറി എറിയ തുള്ളലും ചാട്ടമൊക്കെ അവിടെ നിൽക്കും. ശരിയാ, അതിന് നല്ല കയ്യൊരുള്ള ആണുങ്ങൾ വേണം. കുട്ടികൃഷ്ണ, എന്താണ് ചട്നി സാമ്പാറിനൊരു മധുരം? അതേ സുന്ദരിമാരുടെ കൈ തൊട്ടിട്ട. അയ്യടാ ചിരി കാണാൻ എന്തൊരു ചേല്. അമ്മായി 2 ദോശ ഇടണമല്ലോ. എടി പെണ്ണേ, അവിടെ ദോശ കൊടുക്ക. നല്ല വാടി പൊത്ത ദോശ. ഇവിടെ ചായയാണോ കാപ്പിയാണോ വേണ്ടത്? രണ്ടിലേതാ വേണ്ടതെന്നാ ഒരു പ്രശ്നം. രണ്ടും ഒന്നിനൊന്ന് മെച്ചം. എന്നാ രണ്ടും അങ്ങ് എടുത്തോടാ, രണ്ടും കൊള്ളാം. താൻ ചായയാണോ കാപ്പിയാണോ ചോദിച്ചത്? ഇഷ്ടമുള്ളത് വയ്യേ. എന്താടാ നിന്റെ മുഖത്ത് ഇത്ര ഗൗരവം? നോക്കി കൊല്ലല്ലേ മനുഷ്യനെ. എടാ പിള്ളാരെ, അധികം വേണ്ടടാ, എറിഞ്ഞു പാട്ടല്ലേ, ഒന്ന് ജീവിച്ചോട്ടെ. എന്താ ശ്രീധര, നിന്റെ മുഖത്തിനൊരു തെളിച്ചമില്ലാത്ത? അത് നിങ്ങളെ നാട്ടിലെ വോൾട്ടേജിന് കുറവുണ്ടാ? കള്ളും ചാരായും കുടിച്ച് കണ്ണുമുഖം ഇരിക്കുന്നത് കണ്ടില്ലേ? നിങ്ങളുടെ കാശൊന്നും അല്ലല്ലോ, ഞാൻ പണിയെടുക്കണ കാശാ. അമ്മായിയേ, ഭാരിച്ച കാര്യം ഒന്നും അന്വേഷിക്കണ്ട. ഓ, ഞാൻ പറഞ്ഞു ഇങ്ങ എടുത്തേ. പിൻവലിച്ചു. അല്ല അത് പോട്ടെ, ഇവിടെ തിന്നാൻ എന്തിന് വയറ് കത്തണ്? ഇഡലി, ദോശ, പുട്ട്, കടല, പൊറോട്ട, ഇറച്ചി. ഒരു കാര്യം ചെയ്യ്, ഒരു കഷ്ണം കടലാസിലും കൂടി തേച്ചല്ലേ മറ്റേ അങ്ങോട്ട് ഇരിക്ക്. ആരെങ്കിലും വരുന്ന സമയത്ത് ഒറ്റ എണ്ണത്തിനെ കാണുകയില്ല. എടീ സീതേ, ആരാ വിളിക്കണ മോളെ, അങ്ങോട്ട് ചെല്ലേ. എനിക്ക് വയ്യ. എന്തൊക്കെ കമന്റ് അവറ്റുള്ള പറയണെന്നറിയോ? മോൾ അതൊന്നും ശ്രദ്ധിക്കണ്ട, ഒന്നും കണ്ടില്ല കേട്ടില്ല നടിച്ചാ മതി. ആ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ വിളിച്ച കേട്ടില്ലേ? കടയിൽ ആള് വന്നിരിക്കുന്നു. ഇനി അതിനും എന്റെ കൈ തന്നെ വേണോ? അമ്മണേ, ഞാൻ നോക്കിയോളാം. അപ്പൊ ചായ എടുക്കുന്നതോ? രണ്ടും ഞാൻ തന്നെ ചെയ്യുന്നത്. എവിടെ പിന്നെ എന്തിനാ ഇവിടെ പൂവിട്ട് പൂജിക്കാനോ? അമ്മായി, അടുക്കളയിൽ എന്ത് പണിയും ഞാൻ ചെയ്തോളാം. ദേവി ഇത് ഈ വണ്ടിക്കാരുടെ കളിയാക്കൽ കേൾക്കാൻ എന്നെ വിടരുത്. കളിയാക്കിയെന്നോ? ആര്? അവര് വല്ല തമാശ പറഞ്ഞ എന്താ ഉരുവി പോവോ? ഇങ്ങനെ തമാശ പറയണേ? ആണുങ്ങളാവുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോന്നിരിക്കും. പിടിച്ചൊന്നുമില്ലല്ലോ. അമ്മണേ, അവർക്ക് ഇതൊന്നും കേട്ട് ശീലമില്ല. അയ്യേ, ആര്? ശീലാവതിയോ? അത്രയ്ക്ക് ബാധ്യതയൊന്നും ആകണ്ട. ആണുങ്ങൾ എന്തെങ്കിലും പറയുമ്പോ ഒന്ന് ചിരിച്ചു കാണിച്ചാ എന്താ തേഞ്ഞു പോവോ? എവളെ പോലെ തന്നെ അല്ലയോ സുമതി? അവളിപ്പം കണ്ണിരുന്ന് ഒലിപ്പിക്കുന്നില്ലല്ലോ. അവളെ പോലല്ലോ ഇവള്. ആ, ഇവക്കെന്താ വേറെ വല്ലതും ഉണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. 4 പേരുടെ കച്ചവടം കൂടുതൽ കിട്ടിയാൽ എന്താ കയ്ക്കൂ? പെൺപിള്ളാരെ കാണിച്ച് കച്ചവടം പിടിക്കാനായിരിക്കും. എന്റെ ശ്രീധര, നീ വെറുതെ വേണ്ടാത്ത കാര്യത്തിലൊന്നും ഇടപെടാണ്ട് എന്താ വേണ്ടെന്ന് വെച്ചാ തിന്നിട്ട് പോകാൻ നോക്ക്. എന്റെ നാക്കി ഓർഞ്ഞു വരുന്ന ശ്രീധരാ, നീ അവിടെ എങ്ങാനും പോയി. ആ മോളെ, ശ്രീധരേട്ടൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തു കൊടുക്കും. നീതിന്യായവും പറയുന്നവരെ എനിക്കറിയാം. ഇപ്പൊ ഹരിചന്ദ്രന്മാരാകുന്നു. അവിടെ എന്താ വേണ്ടേ? പുട്ടുമുട്ടക്കറി രണ്ടാക്കും. നിങ്ങൾ എന്താണ് വേണ്ടാത്തതിലൊക്കെ ചെയ്യുന്ന തലരുന്നത്? വേണ്ടാത്താണെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് തന്നെ. നമ്മളെ പഴയ കുറ്റിയല്ലേ ഇതാ. എന്താടേ, പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയോ? ലോട്ടറി കച്ചവടം? ഇത് സൈഡ് ബിസിനസ്. 2 കച്ചവടം കൂടി ഇപ്പോൾ കാശ് കുറച്ച് ഉണ്ടാക്കണ്ടല്ലോ. ഓ, എന്ത് കാശ്? നിന്റെ വാക്കിന് വിലയുണ്ടെന്ന് മനസ്സിലായി. ഇത് തോമാസ് മുതലാളുടെ വണ്ടിയാ. ഞാൻ അറിഞ്ഞു. താമസം ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു. ആ, പിന്നെ നീ എന്താന്ന് വരാഞ്ഞേ? ഇപ്പൊ എന്റെ ഈ കാശുണ്ട്, നമുക്കൊന്ന് കൂടണ്ടേ? ഞാൻ മണി മാറി തരട്ടോ. ഞാൻ നമ്മളെ നാരായണന്റെ ചാരാ ഷോപ്പ് പോയി കുടിക്കോളാം. പോടാ. ഞാൻ ഒരു പ്രശ്നമല്ല. ഇന്ന് രാത്രി എങ്ങനെ? ഇല്ല, ഞാനത് നിർത്തി. അത് കൊള്ളാം. നീ ഡിമാൻഡ് ഒന്നും കൂട്ടണ്ട. പറയണ കാശ് ഞാൻ തരാറില്ലടി. എനിക്കിനി ആ കാശ് ആവശ്യമില്ല. എന്റെ കുമാരേട്ടൻ മരിച്ചു. എനിക്കിപ്പോ മരുന്ന് വാങ്ങണ്ട, ദിവസവും 60 രൂപ ഉണ്ടാക്കണ്ട. 24 മണിക്കൂറും എന്റെ മോന്റെ കൂടെ കഴിയാ എനിക്ക്. വേണ്ട ശ്രീധരേട്ട, ഇനി നിങ്ങളുടെ കാശ് ഞാൻ വാങ്ങില്ല. കുമാരേട്ടൻ മരിക്കണവരെ ഞാൻ ചെയ്യണതില് എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല. ദിവസവും മരുന്ന് വാങ്ങണം, കാശുണ്ടാക്കണം. ഇപ്പൊ അത് വേണ്ട. 60 രൂപയുണ്ടെങ്കിൽ എനിക്ക് മോനും ഒരാഴ്ച കഴിഞ്ഞുകൂടാ. അത് ഞാൻ ഈ ടിക്കറ്റ് വിറ്റുണ്ടാക്കുന്നുണ്ട്.
ഇനി ശരീരം വിറ്റാല് ഞാൻ എന്നെ വെറുത്തു പോകും. വാങ്ങില്ല. ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല. ടിക്കറ്റ് എടുക്കാമോ ഒരെണ്ണം? കേരള, മാതൃഭൂമി, ഭൂട്ടാൻ, മേഘാലയ ഏതെങ്കിലും ഒരെണ്ണം. കുഞ്ഞാലിക്ക 10 ലക്ഷം മെമ്പറാ, കേറട്ടെ? ഏയ് 10 രൂപ. പോട്ടെ, വാ മോനെ. ശ്രീധരേട്ട പോണ്ടേ? ഏത് പന്നിയത്? കണ്ണു മൂക്കിലാണ്ടാ വണ്ടി ഓടിക്കണേ? കണ്ണും മൂക്കും ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരുവോ? കുഞ്ഞാലിക്ക, എന്റെ വണ്ടി എങ്ങനെയുണ്ട്? പണിയില്ലാണ്ടവൻ പറഞ്ഞു, പണി തരാം. ഡ്രൈവർക്കും കിളിക്കും. എന്റെ വാപ്പ കൊണ്ടുപോയി പണി. ആ, നിങ്ങളാണ് ഇതൊക്കെ വെള്ളം വെച്ച് കൊടുക്കുന്നത്. പോട്ടെ പോട്ടടാ. ഈ പാവങ്ങളെയൊക്കെ മറന്നോ? മറന്നതാരാണെന്ന് ആലോചിച്ചാ മതി. ഞാൻ എന്നും നോക്കും. എവിടെയായിരുന്നു? ഞാനൊരു വണ്ടി വാങ്ങാനുള്ള ഓട്ടത്തിലായിരുന്നു. വണ്ടി വാങ്ങി? എന്ത്? ഇതാ കിടക്കണ കണ്ടില്ലേ? അവൻ കൊള്ളാവോ? ഓ, നമ്മളെയൊക്കെ ഇനി ആരും മൈൻഡ് ചെയ്യാനാ? വലിയ മുതലാളിയല്ലേ. ദാ ഇതും കൂടെ മതി. ഇതാരാ പുതുമുഖം? അമ്മായിയുടെ മോളാ. ചേച്ചി, വലിയ ലോറി മുതലാളിയത്. വാരല്ലേ വാരല്ലേ. ദേ ഇതും കൂടെ നിറച്ച് അടുക്കളയിലേക്ക് വെച്ചേ. ചേച്ചി ഒരു ചരക്ക് തന്നെയാ. എന്ത് വർത്താനോ ഇത്? രവിയേട്ടനും ശ്രീധരേട്ടനും കൂട്ടായിരുന്നു. ഇപ്പൊ അവര് തമ്മിൽ തെറ്റിയെന്നാ പറഞ്ഞു കേട്ടത്. ഇത്തിരി വെളിച്ചം കൂടി എടുത്തു. ആ, അമ്മായി എന്തി? അമ്മായി അകത്തുണ്ട്, ഉറങ്ങാ. പേരെന്താ? സീത. നല്ല പേര്. പേര് പോലെ തന്നെയാ ആളും. ശരിക്കടിക്കടാ. അല്ല, ആരാ ഇത്? ഞാൻ അറിഞ്ഞു വന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ കണ്ട തനി മുതലാളി. ആ, വണ്ടിയിൽ നമുക്കൊരു പണി തരൂ. നിനക്കൊരു പണി ഞാൻ തരുന്നുണ്ട്. സുമതിയായിട്ടുള്ള പഞ്ചാരൊക്കെ അറിയുന്നുണ്ട്. ഒന്ന് പോരെ വേട്ട. വേണ്ടാത്ത പറഞ്ഞ എന്റെ പണികളല്ലേ. ഈ പാർട്ടി എങ്ങനെയുണ്ടാ? അയ്യോ പാവ. പാവങ്ങളാടെ എളുപ്പം. അതേസമയം സുമതിയൊക്കെ ഉണ്ടല്ലോ, പഠിച്ച കള്ളികളാ, കള്ള കൊത്ത. കുറച്ചു നേരം ആയില്ലേ വർത്തമാനം കേൾക്കുന്നു. നീ വണ്ടി മേടിച്ചോ? മേടിച്ചു, അപ്പുറത്തുണ്ട്. അമ്മായിയെ കാണിക്കാൻ ഞാൻ കൊണ്ടുവന്നത്. ആ, വെറുതെ കാണിച്ച പോരാ, ചെലവ് ചെയ്യണം. മതി മതി, ഉള്ള എരിയും പുളിയും കളയല്ലേ. രവി കുടിക്ക്. ഞാൻ കുടിക്കില്ല. മദ്യം, സിഗരറ്റ്, ബീഡി മുറുക്കാൻ ഈ ദുസ്വഭാവമൊന്നും എനിക്കില്ല. അതുകൊണ്ടെന്താ, എന്റെ കയ്യിൽ എപ്പോഴും കാശുമുണ്ട്. ഡ്രൈവർമാര് നേരെയാകാത്തത് ഈ സ്വഭാവം കൊണ്ടാ. കിട്ടുന്നത് മുഴുവൻ തിന്നുകയും കുടിക്കുകയും ചെയ്യും. നീ നന്നാവും. രവി ഡ്രൈവർ അല്ലല്ലോ, മുതലാളിയല്ലേ.
വേണ്ട വേണ്ട അത്രയും മതി. ഇങ്ങനെ വെളിവില്ലാതെ രാത്രി മുഴുവൻ കടന്നുറങ്ങും. കച്ചവടം നടക്കില്ല. ചെല്ല്, വേഗം ചെല്ല്, കടയിലേക്ക് ചെല്ല്. നീയും ശ്രീധരനുമായിട്ട് എന്താ തെറ്റിയേ? കണ്ണുകടി. എന്റെ കയ്യിൽ ഇത്രയും കാശുണ്ടെന്ന് അറിഞ്ഞപ്പോ തുടങ്ങി ഒരു രസക്കേട്. പിന്നെ അയക്ക് നാട്ടിലൊരു കീപ്പുണ്ട്. അവളെ എന്റെ തല കെട്ടി വെക്കാൻ നോക്കി. അതിന്റെ പേരില ഇറങ്ങത്. അയ്യോ, അങ്ങനെയുള്ള ഏടാകുടത്തിലൊന്നും ചെന്ന് ചാടല്ലേ എന്റെ രവി. ഇനി നിനക്ക് നല്ല ഒന്നാം തരം പെണ്ണ് കിട്ടുമില്ലയോ? നല്ല സ്ത്രീധനവും കിട്ടും. വേഗം ഒരു കല്യാണമൊക്കെ കഴിച്ചൊന്ന് കൂട്. എനിക്ക് ഈ കാശിനും പടത്തിനും അത്ര ആർത്തിയൊന്നുമില്ല അമ്മായി. പാവപ്പെട്ടതാണെങ്കിലും എനിക്ക് ചേർന്നൊരു പെണ്ണ്. എന്റെ മനസ്സില് ചില കണക്കൂട്ടലൊക്കെ ഉണ്ട്. എന്താ? അതൊക്കെ സമയമാകുമ്പോ ഞാൻ അമ്മയോട് പറയും. ഞാൻ ഈ പരിസരത്ത് തന്നെ കൂടാന്നാ വിചാരിക്കണേ. ശ്രീധരന്റെ മുമ്പില് എനിക്ക് ആണുങ്ങളെ പോലെ ജീവിക്കണം. അമ്മായി എനിക്കൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടേ? പറ. എന്റെ വണ്ടിയുടെ സാധനങ്ങൾ വിൽക്കാനും വല്ലപ്പോഴും വരുമ്പം ഒന്ന് റെസ്റ്റ് ചെയ്യാനും അമ്മായി എനിക്കൊരു മുറി തരണം. അയ്യോ, ഇവിടെ ഒരു സൗകര്യവും ഇല്ലല്ലോ. ആ പണ്ടാരക്കെട്ടിനെ കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ ഒരു സൗകര്യവും ഇല്ലാണ്ടായി. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ചക്കാത്തൊന്നും വേണ്ട. അതിന്റെ വാടക എത്രയാന്ന് വെച്ചാ ഞാൻ തരാം. ആ തെക്കേ മുറിയാ ഇവിടെ ആകെ ഒഴിവായി കിടന്ന്. അതിലാ ഇപ്പൊ ആ പെണ്ണ് കിടക്കണേ. അതൊക്കെ അമ്മായി വിചാരിച്ച നടക്കും. ഇവിടെ അല്ലാതെ പിന്നെ എവിടെ എനിക്കൊരു സൗകര്യം കിട്ടുക? ഇതങ്ങ് പിടിച്ചേ. അയ്യോ, കാശിന്റെ ഒന്നും അല്ല രവി. ഇതങ്ങ് പിടിച്ചേ. ഞാൻ ആദ്യമായിട്ട് ഇത്തിരി കാശ് വരുമ്പോ അത് മേടിക്കാതിരിക്കാ. ഓ, എവനെ കൊണ്ട് ഞാൻ തോറ്റു. പോടുന്നു.